പരിശുദ്ധാത്മാവേ ആത്മാവേ പരിശുദ്ധാത്മാവേ എൻ ഹൃദയത്തിൽ വാഴും ആത്മാവേ നിറയണമേ എന്നിൽ നിറയണമേ ജീവജലത്തിൻ അരുവിയായി നിറഞ്ഞു കവിഞ്ഞൊഴുകണമേ ജീവജലത്തിൻ അരുവിയായി നിറഞ്ഞു കവിഞ്ഞൊഴുകണമേ സ്നേഹാഗ്നിജ്വാലയായി എന്നിൽ കത്തിപ്പടരണമേ സ്നേഹാഗ്നിജ്വാലയായി എന്നിൽ കത്തിപ്പടരണമേ ആത്മാവേ പരിശുദ്ധാത്മാവേ ആത്മാവേ പരിശുദ്ധാത്മാവേ ദൈവത്തിനാലെ ഞാനല്ലോ ദൈവത്തിൻ കൂടാരം ഞാനല്ലോ എല്ലാവരും ദൈവത്തിനാലെ ഞാനല്ലോ ദൈവത്തിൻ കൂടാരം ഞാനല്ലോ ദൈവജനം നാം ദൈവമകൾ ഞാൻ ദൈവത്തിനോമന കുട്ടൻ ഞാൻ ദൈവജനം നാം ദൈവമകൾ ഞാൻ ദൈവത്തിനോമന കുട്ടൻ ഞാൻ ആത്മാവേ പരിശുദ്ധാത്മാവേ ആത്മാവേ പരിശുദ്ധാത്മാവേ ദൈവവും മനുഷ്യനും ഒന്നായ നിമിഷം പാപിയാം ഞാൻ ദൈവ സുതയായി മാറി ദൈവവും മനുഷ്യനും ഒന്നായ നിമിഷം പാപിയാം ഞാൻ ദൈവ സുതയായി മാറി പിതാവിനോടു കൂടെ പുത്രനോടു കൂടെ സ്വർഗരാജ്യം എന്നിൽ തന്നെ പിതാവിനോടു കൂടെ പുത്രനോടു കൂടെ സ്വർഗരാജ്യം എന്നിൽ തന്നെ ആത്മാവേ പരിശുദ്ധാത്മാവേ ആത്മാവേ പരിശുദ്ധാത്മാവേ ദൈവാത്മാവെന്നിൽ നിറഞ്ഞപ്പോൾ ദൈവസ്നേഹം എന്നിൽ ചൊരിഞ്ഞപ്പോൾ ദൈവാത്മാവെന്നിൽ നിറഞ്ഞപ്പോൾ ദൈവസ്നേഹം എന്നിൽ ചൊരിഞ്ഞപ്പോൾ ദൈവാത്മാവിന്റെ ആത്മാവിൽ ലയിച്ചു പിതാവെന്നും ഞാൻ വിളിച്ചു എല്ലാവരും ദൈവാത്മാവിന്റെ ആത്മാവിൽ ലയിച്ചു പിതാവെന്നു ഞാൻ വിളിച്ചു ആത്മാവേ പരിശുദ്ധാത്മാവേ ആത്മാവേ പരിശുദ്ധാത്മാവേ കരങ്ങളടിച്ചു പാടാം ജീവജലത്തിനരുവിയായി നിറഞ്ഞു കവിഞ്ഞൊഴുകണമേ ജീവജലത്തിൻ അരുവിയായി നിറഞ്ഞു കവിഞ്ഞൊഴുകണമേ സ്നേഹാഗ്നിജ്വാലയായി കത്തിപ്പടരണമേ സ്നേഹാഗ്നിജ്വാലയായി എന്നിൽ കത്തിപ്പടരണമേ ജീവജലത്തിൻ അരുവിയായി നിറഞ്ഞു കവിഞ്ഞൊഴുകണമേ ജീവജലത്തിൻ അരുവിയായി നിറഞ്ഞു കവിഞ്ഞൊഴുകണമേ സ്നേഹാഗ്നിജ്വാലയായി എന്നിൽ കത്തിപ്പടരണമേ സ്നേഹാഗ്നിജ്വാലയായി എന്നിൽ കത്തിപ്പടരണമേ
ജീവജലത്തിൻ അരുവിയാൽ നിറഞ്ഞു കവിഞ്ഞൊഴുകണമേ. ജീവജലത്തിൻ അരുവിയാൽ നിറഞ്ഞു കവിഞ്ഞൊഴുകണമേ. എല്ലാവരും കരങ്ങൾ ഉയർത്തി അടിച്ചുകൊണ്ട് എന്നിൽ കത്തി പകരണമേ. സ്നേഹാഗ്നിജ്വാലയാൽ എന്നിൽ കത്തി പടരണമേ. ജീവജലത്തിൻ അരുവിയാൽ നിറഞ്ഞു കവിഞ്ഞൊഴുകണമേ. ജീവജലത്തിൻ അരുവിയാൽ നിറഞ്ഞു കവിഞ്ഞൊഴുകണമേ. സ്നേഹാഗ്നിജ്വാലയാൽ എന്നിൽ കത്തി പടരണമേ. സ്നേഹാഗ്നിജ്വാലയാൽ എന്നിൽ കത്തി പടരണമേ. എന്നിൽ വാഴും ആത്മാവേ എന്നിൽ കത്തി പടരണമേ. എന്നിൽ വാഴും ആത്മാവേ എന്റെ ഫ്രെയിം ക്ലോസ് ആയിട്ടിരിക്കും, ഒരുപാട് വൈഡ്. എന്നിൽ വാഴും ആത്മാവേ എന്നാത്മാവിൽ പടരണമേ. എന്നിൽ വാഴും ആത്മാവേ എന്നാത്മാവിൽ പടരണമേ. എന്നിൽ കത്തി പടരണമേ. കത്തി കത്തി പടരണമേ. എന്നിൽ കത്തി പടരണമേ. കത്തി കത്തി പടരണമേ. എന്നിൽ കത്തി പടരണമേ. കത്തി കത്തി പടരണമേ. ഹല്ലേലൂയ 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 ഞങ്ങളിൽ കത്തി ഹല്ലേലൂയ പടരണമേ. ഹല്ലേലൂയ 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 നമുക്കിരിക്കാം. ഇനി ഒരു ഭജൻ രൂപത്തിൽ നമ്മൾക്ക് പാടാം. ഈ നമ്മിൽ വസിക്കുന്ന പരിശുദ്ധാത്മാവ് നമ്മുടെ വ്യക്തിപരമായ പ്രാർത്ഥനയിലെ പ്രധാന ഘടകം നമ്മുടെ അബോധ മനസ്സിലും ഉപബോധ മനസ്സിലും കെട്ടിക്കിടക്കുന്ന നിരവധി ദുഷ്ചിന്തകൾ. അപ്പോൾ പൗലോസ്ലിഹയുടെ ആ 13-ാം അധ്യായത്തിൽ 1 കൊരിന്ത്യർ 13 പറയുന്നത്, ഈ വരങ്ങളൊക്കെ ഉണ്ടായാലും നിങ്ങൾ മാലാഖമാരുടെ ഭാഷയിൽ പാടിയാലും പ്രാർത്ഥിച്ചാലും, ഇനി നിങ്ങൾക്ക് മലകളെ മാറ്റാൻ പറ്റിയ വിശ്വാസം ഉണ്ടായാലും, വലിയ പ്രവചനപരമുണ്ടായാലും, വലിയ ദർശനം, ഇതൊക്കെ ആരെക്കുറിച്ചാണ് പറയണേ? ഇത് കൃത്യമായിട്ട് നമ്മളെക്കുറിച്ചല്ലേ പറയണേ? എന്നിട്ട് പറയാണ്, സ്നേഹമില്ലെങ്കിൽ ഞാൻ ഒന്നുമല്ല. സ്നേഹമില്ലെങ്കിൽ, അപ്പോൾ പൗലോസ്ലിഹയുടെ സ്വന്തം കാര്യമായിട്ടാണ് പറയണത്. നമുക്കത് നമ്മുടെ സ്വന്തം ആക്കണം. അതെല്ലാവരും പറഞ്ഞ്, സ്നേഹമില്ലെങ്കിൽ ഞാൻ ഒന്നുമല്ല. യൂട്യൂബിൽ കേൾക്കുന്നവരും ഇവിടെ എല്ലാവർക്കും സഭ മുഴുവനും വേണ്ടിയിട്ട് നമുക്കിതൊന്ന് പറയാം. സ്നേഹമില്ലെങ്കിൽ ഞാൻ ഒന്നുമല്ല. മനസ്സിലായിട്ടുണ്ടോ? അപ്പം നമ്മൾ ഈ ധ്യാനമെല്ലാം കഴിഞ്ഞ് വീട്ടിൽ ചെല്ലുമ്പോഴാണ് വിവരം അറിയണത്. എങ്ങനെയുണ്ടായിരുന്നു ധ്യാനം എന്ന് ചോദിക്കുമ്പോൾ നമ്മൾ എന്തുത്തരം പറയും? ഒന്നും മിണ്ടാതിരിക്കുകയാണ് നല്ലതല്ലേ? ഒരാൾ പണ്ട് ധ്യാനം, നമ്മളിതുമായിട്ട് ധ്യാനം ഡിവൈനിൽ നടത്തുമ്പോൾ ഒരുപാട് പേര് വന്ന് സാക്ഷ്യം പറഞ്ഞു. പക്ഷെ ഈർക്ക് ഒരനുഭവം ഉണ്ടായില്ല. അപ്പോൾ പുള്ളി വന്ന് പറഞ്ഞു, ഞാൻ എന്ത് പറയാനാ, എനിക്കൊരനുഭവമില്ല. അപ്പോൾ അതിൻ്റെ അടുത്ത ആഴ്ചയും നമ്മൾ അവിടെ ധ്യാനം നടത്തുന്നുണ്ട്. അടുത്ത ആഴ്ച ഇയാൾ വന്നേക്കാണ്. ഞാൻ വീട്ടിൽ ചെന്നപ്പോൾ എൻ്റെ ഭാര്യ എന്നെ കണ്ടിട്ട് പറയാൻ, ഇയാൾ മാറിപ്പോയല്ലോ, ഇപ്പോൾ നിങ്ങളെ കാണുമ്പോൾ എന്തൊരു സൗന്ദര്യം, എന്തൊരു പ്രസാദം. അപ്പോഴാണ് എനിക്ക് അനുഭവം ഉണ്ടായത്. അതുകൊണ്ട് ഞാൻ വീണ്ടും വന്നിരിക്കുകയാണ് അതൊന്ന് പറയാനായിട്ട്. മനസ്സിലായോ? പെരിന്തൽമണ്ണ എന്ന അങ്ങനെ ഒരു സ്ഥലമില്ലേ, അവിടെ നിന്ന് അദ്ദേഹം വീണ്ടും വന്നിരിക്കുകയാണ് ആ അനുഭവം പറയാൻ. അപ്പോൾ നമ്മുടെ അനുഭവം ശരിക്കും ഉണ്ടാവുന്നത് വീട്ടിൽ ചെന്ന് കഴിയുമ്പോഴാണ്. നോട്ട് ബൈ അവർ ആക്ഷൻ ബട്ട് ബൈ അവർ റിയാക്ഷൻ. നമ്മളോട് എന്തെങ്കിലും പറയുന്നവരെ എങ്ങനെ നമ്മൾ റിയാക്ട് ചെയ്യുന്നതനുസരിച്ചിരിക്കും. അതാണ് സ്നേഹം. എല്ലാം സ്വീകരിക്കുന്നു, എല്ലാം ക്ഷമിക്കുന്നു. അപ്പോൾ നമ്മൾക്ക് ആ സ്നേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. അപ്പോൾ നമ്മുടെ ഉള്ളിൽ
പ്രത്യേകിച്ച് കരിസ്മാറ്റിക്കുകാർക്കാണ് ഈ മുറിവ് എന്നുള്ള സംഭവം. സാധാരണ ആളുകൾക്ക് ഇതൊന്നും പറയാറില്ല. ഞാൻ കഴിഞ്ഞ 2 വർഷം മുമ്പ് ആ പ്രാർത്ഥനാ ഗ്രൂപ്പിൽ ചെന്നപ്പോൾ എന്നെ അവർ സ്വാഗതം ചെയ്തില്ല. അതിൻ്റെ ലീഡർ എൻ്റെ മുഖത്ത് പോലും നോക്കിയില്ല. അതുകൊണ്ട് ഞാൻ ഇനി അങ്ങോട്ട് പോണില്ല. അവരുടെ ഒരു അഹങ്കാരം കണ്ടില്ലേ. അതുകൊണ്ട് എനിക്കിങ്ങനെ അഹങ്കാരമുള്ളവരുടെ കൂടെ പോകണ്ട. ഇങ്ങനെയൊക്കെ എല്ലാം പറഞ്ഞ് ഇപ്പോഴും അവരുമായിട്ട് വലിയ എങ്ങനെ ഇരിക്കുകയാണ്. അവിടെ പറയണെന്താ, സ്നേഹം വിദ്വേഷം പുലർത്തുന്നില്ല. സ്നേഹം വിദ്വേഷം. അപ്പോൾ നമ്മളിൽ പഴയ ചില വിദ്വേഷവും അതിൻ്റെ കെട്ടുകേസുകളും പുലർത്തുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താണ്? ഇതിലുള്ള അർത്ഥം നമ്മൾ സ്നേഹത്തിൽ പൂർണ്ണരായിട്ടില്ല. നമ്മളിൽ ഉള്ള ആന്തരിക വിശുദ്ധീകരണം മുഴുവനും ആയിട്ടില്ല. അപ്പോൾ ഈ ബോധ്യത്തോടെ നമ്മൾ ഈ ഭജൻ പാടുമ്പോൾ നമ്മിൽ വസിക്കുന്ന പരിശുദ്ധാത്മാവിനെ കൊണ്ട് പ്രാർത്ഥിക്കുകയാണ് നമ്മളിൽ ദൈവസ്നേഹം നിറയാനും വിശുദ്ധീകരിക്കാനും. എന്നിൽ വാഴും ആത്മാവേ, എന്നിൽ കത്തിപ്പടരണമേ. എല്ലാവരും എന്നിൽ വാഴും ആത്മാവേ, എന്നിൽ കത്തിപ്പടരണമേ. എന്നിൽ വാഴും പിതാവേ, ദൈവസ്നേഹം ചൊരിയണമേ. എന്നിൽ വാഴും പിതാവേ, ദൈവസ്നേഹം ചൊരിയണമേ. എന്നിൽ വാഴും ആത്മാവേ, 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 സമാധാനം നൽകണമേ. എന്നിൽ വാഴും ആത്മാവേ, സമാധാനം നൽകണമേ. എന്നിൽ വാഴും ആത്മാവേ, ആനന്ദം നൽകണമേ. എന്നിൽ വാഴും ആത്മാവേ, ആനന്ദം നൽകണമേ. എന്നിൽ വാഴും ആത്മാവേ, ക്ഷമയാൽ എന്നെ നിറയ്ക്കണമേ. എന്നിൽ വാഴും ആത്മാവേ, ക്ഷമയാൽ എന്നെ നിറയ്ക്കണമേ. എന്നിൽ വാഴും ആത്മാവേ, നന്മയാൽ എന്നെ നിറയ്ക്കണമേ. എന്നിൽ വാഴും ആത്മാവേ, നന്മയാൽ എന്നെ നിറയ്ക്കണമേ. എന്നിൽ വാഴും ആത്മാവേ, വിശ്വസ്തത നൽകണമേ. എന്നിൽ വാഴും ആത്മാവേ, വിശ്വസ്തത നൽകണമേ. എന്നിൽ വാഴും ആത്മാവേ, സൗമ്യത നൽകണമേ. എന്നിൽ വാഴും ആത്മാവേ, സൗമ്യത നൽകണമേ. എന്നിൽ വാഴും ആത്മാവേ, ആത്മസംയമനം നൽകണമേ. എന്നിൽ വാഴും ആത്മാവേ, ആത്മസംയമനം നൽകണമേ. കൃപയ്ക്കുമേൽ കൃപ ചൊരിയണമേ, കൃപാവരം ചൊരിയണമേ. കൃപയ്ക്ക് മേൽ കൃപ ചൊരിയണമേ, കൃപാവരം ചൊരിയണമേ. തിരുരക്തത്താൽ കഴുകണമേ, പുതിയൊരു ഹൃദയം നൽകണമേ. തിരുരക്തത്താൽ കഴുകണമേ, പുതിയൊരു ഹൃദയം. അശുദ്ധിയാകെ അകറ്റണമേ, മാംസള ഹൃദയം നൽകണമേ. അശുദ്ധിയാകെ അകറ്റണമേ, മാംസള ഹൃദയം നൽകണമേ. എന്നാത്മാവിൽ പടരണമേ, മനസാക്ഷിയിൽ പടരണമേ. എന്നാത്മാവിൽ പടരണമേ, മനസാക്ഷിയിൽ പടരണമേ. ചിന്തകളിൽ പടരണമേ, ഭാവനയിൽ പടരണമേ. ചിന്തയിൽ പടരണമേ, ഭാവനയിൽ പടരണമേ. എന്നിൽ വാഴും ആത്മാവേ, ഇന്ദ്രിയങ്ങളിൽ പടരണമേ. എന്നിൽ വാഴും ആത്മാവേ,
ഇന്ദ്രിയങ്ങളിൽ പടരണമേ. എന്നിൽ വാഴും ആത്മാവേ ജ്ഞാനത്താൽ നിറയ്ക്കണമേ. എന്നിൽ വാഴും ആത്മാവേ ജ്ഞാനത്താൽ നിറയ്ക്കണമേ. എന്നിൽ വാഴും ആത്മാവേ വിവേകം നൽകണമേ. എന്നിൽ വാഴും ആത്മാവേ വിവേകം നൽകണമേ. എന്നിൽ വാഴും ആത്മാവേ അറിവ് കൊണ്ടു നിറയ്ക്കണമേ. എന്നിൽ വാഴും ആത്മാവേ അറിവ് കൊണ്ടു നിറയ്ക്കണമേ. എന്നിൽ വാഴും ആത്മാവേ ഉപദേശം നൽകണമേ. എന്നിൽ വാഴും ആത്മാവേ ഉപദേശം നൽകണമേ. എന്നിൽ വാഴും ആത്മാവേ ശക്തിയാൽ നിറയ്ക്കണമേ. എന്നിൽ വാഴും ആത്മാവേ ശക്തിയാൽ നിറയ്ക്കണമേ. എന്നിൽ വാഴും ആത്മാവേ ദൈവഭയം നൽകണമേ. എന്നിൽ വാഴും ആത്മാവേ ദൈവഭയം നൽകണമേ. എന്നിൽ വാഴും ആത്മാവേ ആത്മധൈര്യം നൽകണമേ. എന്നിൽ വാഴും ആത്മാവേ ആത്മധൈര്യം നൽകണമേ. വരദാനങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. എന്നിൽ വാഴും ആത്മാവേ ജ്ഞാനവചനം നൽകണമേ. എന്നിൽ വാഴും ആത്മാവേ ജ്ഞാനവചനം നൽകണമേ. എന്നിൽ വാഴും ആത്മാവേ വിവേകവചനം നൽകണമേ. എന്നിൽ വാഴും ആത്മാവേ വിവേകവചനം. എന്നിൽ വാഴും ആത്മാവേ വിവേചനാവരം നൽകണമേ. എന്നിൽ വാഴും ആത്മാവേ വിവേകനാവരം നൽകണമേ. എന്നിൽ വാഴും ആത്മാവേ ഭാഷാവരം നൽകണമേ. എന്നിൽ വാഴും ആത്മാവേ ഭാഷാവരം നൽകണമേ. എന്നിൽ വാഴും ആത്മാവേ പ്രവചനവരം നൽകണമേ. എന്നിൽ വാഴും ആത്മാവേ പ്രവചനവരം നൽകണമേ. എന്നിൽ വാഴും ആത്മാവേ വ്യാഖ്യാനവരം നൽകണമേ. എന്നിൽ വാഴും ആത്മാവേ വ്യാഖ്യാനവരം നൽകണമേ. എന്നിൽ വാഴും ആത്മാവേ ശുശ്രൂഷവരം നൽകണമേ. എന്നിൽ വാഴും ആത്മാവേ ശുശ്രൂഷാവരം നൽകണമേ. എന്നിൽ വാഴും ആത്മാവേ രോഗശാന്തിവരം നൽകണമേ. എന്നിൽ വാഴും ആത്മാവേ രോഗശാന്തിവരം. എന്നിൽ വാഴും ആത്മാവേ പ്രാർത്ഥനാവരം നൽകണമേ. എന്നിൽ വാഴും ആത്മാവേ പ്രാർത്ഥനാവരം. എന്നിൽ വാഴും ആത്മാവേ പ്രബോധനവരം നൽകണമേ. എന്നിൽ വാഴും ആത്മാവേ പ്രബോധനവരം നൽകണമേ. എന്നിൽ വാഴും ആത്മാവേ പ്രഘോഷണവരം നൽകണമേ. എന്നിൽ വാഴും ആത്മാവേ പ്രഘോഷണവരം നൽകണമേ. എന്നിൽ വാഴും ആത്മാവേ എന്നിൽ കത്തിപ്പടരണമേ. 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 എന്നിൽ വാഴും ആത്മാവേ പാടാം. എന്നിൽ വാഴും ആത്മാവേ വരദാനങ്ങൾ നൽകണമേ. 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 എന്നിൽ വാഴും ആത്മാവേ വരദാനങ്ങൾ. എന്നിൽ വാഴും ആത്മാവേ എന്നിൽ കത്തിപ്പടരണമേ. എന്നിൽ വാഴും ആത്മാവേ എന്നിൽ കത്തിപ്പടരണമേ. എന്നിൽ കത്തിപ്പടരണമേ. എന്നിൽ കത്തിപ്പടരണമേ. എന്നിൽ കത്തിപ്പടരണമേ. എന്നിൽ കത്തിപ്പടരണമേ. എന്നിൽ കത്തിപ്പടരണമേ. കത്തി കത്തിപ്പടരണമേ. എന്നിൽ കത്തിപ്പടരണമേ. എന്നിൽ വാഴും ആത്മാവേ എന്നിൽ കത്തിപ്പടരണമേ.
ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. Praise the Lord. Praise the Lord. ഈ വ്യക്തിപരമായ പ്രാർത്ഥനയുടെ പ്രധാന രഹസ്യം നമ്മിൽ വസിക്കുന്ന പരിശുദ്ധാത്മാവ് നമ്മുടെ ജീവിതത്തെ രൂപാന്തരപ്പെടുത്തുന്നു. ഒരു മിനിറ്റ്, ഇത് ഈ ഫ്രെയിമിൽ കാണാമോ? ഈ ഓക്കെ. അപ്പോൾ പ്രത്യേകിച്ച് പ്രവചനപരം, ദർശനപരങ്ങൾ, അതിൻ്റെ വ്യാഖ്യാനങ്ങൾ, ഈ വ്യാഖ്യാനങ്ങളും ദർശനപരങ്ങളും എല്ലാം നമ്മുടെ ആന്തരിക നയനങ്ങളിൽ, ആന്തരിക മനസ്സിലാണ് രൂപപ്പെടുന്നത്. അതുകൊണ്ട് നമ്മളുടെ ഇന്ദ്രിയങ്ങളും നമ്മുടെ അബോധ മനസ്സും ഉപബോധ മനസ്സിലും തുടർച്ചയായിട്ട് കടന്നു വരുന്ന മലിനതകളെ വിശുദ്ധീകരിക്കണം. ഇതാണ് ആന്തരിക വിശുദ്ധീകരണ ധ്യാനം എന്ന് നമ്മൾ വർഷങ്ങൾക്ക് മുമ്പ് കണ്ടുപിടിച്ച വലിയ രഹസ്യം. അപ്പം അന്ന് ഒരുപാട് കൗൺസിലേഴ്സിൽ അവർക്ക് ദർശനം കിട്ടുന്നു, എന്നാൽ അതിൻ്റെ വ്യാഖ്യാനം അവർ മാനുഷികമായ രീതിയിൽ വ്യാഖ്യാനിക്കുന്നു. അതിലൂടെ ഒരുപാട് പാകപ്പിഴകൾ ഉണ്ടായി. ഞാനിപ്പോൾ അതിനെക്കുറിച്ചൊന്നും പറയാനില്ല, നമ്മളെല്ലാം വളർന്ന ആൾക്കാരാണ്. നമ്മളിൽ ഈ പാകപ്പിഴകൾ ഉണ്ടാകാതിരിക്കാൻ എന്ത് ചെയ്യണം? നമ്മളിൽ പരിശുദ്ധാത്മാവിൻ്റെ വരദാനങ്ങൾ വിജയകരമായി പ്രവർത്തിക്കുന്നതിന് എന്ത് ചെയ്യണം? അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്, ആദ്യകാലങ്ങളിൽ ഇങ്ങനെയാണ് പ്രാർത്ഥന ആരംഭിച്ചത്: മിശിഹായുടെ ദിവ്യാത്മാവെ ഞങ്ങളെ ശുദ്ധീകരിക്കണേ. നമ്മൾ കുർബാന സ്വീകരണം കഴിഞ്ഞിട്ട് ഇതിങ്ങനെ പാടുന്നുണ്ട്, പറയുന്നുണ്ട്. പക്ഷെ എവിടെ ശുദ്ധീകരണം നടക്കണം? ഇപ്പോൾ നമ്മൾ ഈ വലിയ നാളെ ദുഃഖവ്യാഴാഴ്ച അല്ലേ, അല്ലെങ്കിൽ പെസഹ വ്യാഴം. പെസഹ വ്യാഴത്തിലെ ഒരു പ്രധാന രഹസ്യം എന്താ? ഈശോ തൻ്റെ മേൽ കുപ്പായം മാറ്റി ഒരു കച്ച എടുത്തു കൊടുത്തു. ഇതൊക്കെ നമ്മൾ പാടുന്നുണ്ട്. എന്താ പാടുന്നത്? പാടിയ താലത്തിൽ വെള്ളമെടുത്തു വെൺകച്ചയമറയിൽ ചുറ്റി മിശിഹാതൻ ശിഷ്യന്മാരുടെ പാദങ്ങൾ കഴുകി. ഓക്കെ, അപ്പോൾ ഇത് യേശുക്രിസ്തുവിലൂടെ ഈ പ്രപഞ്ചത്തിൽ വരാനിരിക്കുന്ന വിശുദ്ധീകരണത്തെക്കുറിച്ചുള്ള വലിയ ഒരു രഹസ്യമാണ്. ഇപ്പം ഞാനൊരു കാര്യം കൂടി പറയാൻ തോന്നുകയാണ്. ഇതിനെ പറയുന്നത് എക്കണോമി ഓഫ് സാൽവേഷൻ എന്ന് പറയും. 1076 ഖണ്ഡികയിലാണ്.
1076. സഭ പന്തക്കൊസ്ത ദിവസം പരിശുദ്ധാത്മാവിൻ്റെ വർഷിക്കൽ വഴി ലോകത്തിന് വെളിപ്പെടുത്തപ്പെട്ടു. പരിശുദ്ധാത്മാവിൻ്റെ ദാനം രഹസ്യത്തിൻ്റെ പദ്ധതി എന്നാണ് മലയാളത്തിൽ അവിടെ എഴുതിയേക്കുന്നത്. ഇതാണ് മലയാളം. എല്ലാ ഭാഷകളിലും അതിൻ്റേതായിട്ടുള്ള ബുദ്ധിമുട്ടുകളുണ്ട്. എക്കണോമി ഓഫ് സാൽവേഷന് ഇവിടെ എഴുതിയിരിക്കുന്നത് രഹസ്യത്തിൻ്റെ പദ്ധതിയാണ്. പരിശുദ്ധാത്മാവിൻ്റെ ദാനം രഹസ്യത്തിൻ്റെ പദ്ധതിയിൽ ഒരു പുതിയ യുഗത്തിന്, പന്തക്കുസ്ത എന്ന് പറഞ്ഞാൽ പോരാ, അപ്പോൾ മുതൽ പ്രപഞ്ചത്തിനൊരു പുതിയ യുഗമാണ്. പ്രപഞ്ചം മുഴുവനും. ഇത് ക്രിസ്ത്യാനികളുടെ ഒരു പ്രൈവറ്റ് കാര്യമായിട്ടല്ല. ഒരു പുതിയ യുഗത്തിന്, അഥവാ സഭയുടെ യുഗത്തിന് ആരംഭം കുറിക്കുന്നു. ആ യുഗത്തിൽ ക്രിസ്തു തൻ്റെ രക്ഷാകർമ്മത്തെ തൻ്റെ സഭയുടെ ആരാധനാക്രമത്തിലൂടെ അവിടെ നിന്ന് വരുന്നത് വരെ 3 കാര്യങ്ങളാണ്. എല്ലാവരും നേറ്റു പറഞ്ഞ് വെളിവാക്കുകയും സന്നിഹിതമാക്കുകയും പകർന്നു കൊടുക്കപ്പെടുകയും ചെയ്യുന്നു. റിവീലിംഗ്, ഇപ്പോൾ ഈ ദിവസങ്ങളിലെല്ലാം ഈശോയുടെ രൂപമെല്ലാം ഒരു വയലറ്റ് തുവാല കൊണ്ട് മൂടി വച്ചിരിക്കുകയായിരിക്കും. എന്നാൽ ഉയർപ്പ് ഞായറാഴ്ച അത് പടിപടിയായിട്ട് തുറക്കും. അപ്പോൾ അതെന്താണ് കണ്ടോ, ഇത് ഒരു വെയിലാണ്. വെയിൽ. ഇപ്പം എന്നെ കാണാമോ? ഇല്ല. എന്നാൽ ഞാനിവിടെ ഉണ്ടോ? ഉണ്ട്. ഇതാണ് നമ്മുടെ അവസ്ഥ. ദൈവമുണ്ടോ? ഉണ്ട്. എന്നാൽ ദൈവത്തെ കാണാൻ പറ്റുന്നുണ്ടോ? ഇല്ല. അവിടെ നമ്മുടെ ഉൾക്കണ്ണുകളെയും നമ്മുടെ ബോധ്യങ്ങളെയും പരിശുദ്ധാത്മാവ് തുറക്കണം. ആ വെയിൽ മാറ്റണം. ഇതാ, അതിനാണ് റിവെയിൽ. വെയിൽ, റിവെയിൽ. അപ്പോൾ ആ വെയിൽ, ദേവാലയത്തിലെ തിരശീല 2 മുകളിൽ നിന്ന് താഴോട്ട് 2 മുറിക്കപ്പെട്ടു. താഴെ നിന്നല്ല, താഴെ നിന്നാണ് മുറിക്കപ്പെട്ടതെങ്കിൽ പരിസേയർ പറഞ്ഞു ഇത് അവരുടെ ശിഷ്യന്മാർ വന്ന് മുറിച്ചതാണ്. അതായത് അതിവിശുദ്ധ സ്ഥലത്തേക്ക് പ്രവേശിക്കാൻ ഒരാൾക്കും പെർമിഷൻ ഇല്ലായിരുന്നു. പ്രധാന പുരോഹിതന് മാത്രമേ പെർമിഷൻ ഉണ്ടായിരുന്നുള്ളൂ. എന്നാൽ ഈശോയുടെ ഈ പീഡാസഹനത്തിൽ ഈശോയുടെ ഹൃദയം പിളർന്ന് ആ ഹൃദയത്തിൽ നിന്ന് ഒഴുകിയ രക്തവും ജലവും ഇതിലൂടെ മനുഷ്യവംശത്തെ മുഴുവനും വിശുദ്ധീകരിക്കുന്നതിനുള്ള, എല്ലാവരെയും അതിവിശുദ്ധ സ്ഥലത്തേക്ക് പ്രവേശിക്കാനുള്ള ആ വിരിമാറി, റിവെയിൽ, അതാണ് ഇവിടെ പറയുന്നത്. വെളിവാക്കപ്പെടുന്നു. റിവീലിംഗ്, സന്നിഹിതമാക്കപ്പെടുന്നു. അതായത് ഈ സംഭവം ആ 2000 വർഷങ്ങൾക്ക് മുമ്പ് നടന്ന സംഭവം ഈ സഭയുടെ കൂദാശകളിലൂടെ റീഎനാക്ട് ചെയ്യപ്പെടുന്നു. ഇവിടെ കൂദാശകളിലൂടെ പുനരാവിഷ്കരിക്കപ്പെടുന്നു, സന്നിഹിതമാക്കപ്പെടുന്നു, മെയ്ഡ് പ്രസൻറ്റ്. ഇനി ഇറ്റ് ഈസ് ഡിസ്പെൻസറി. എന്താ ഡിസ്പെൻസറിയിൽ? മരുന്ന് ഡിസ്പെൻസ് ചെയ്യുന്നതിനാണ് ഡിസ്പെൻസറി. ഡിസ്പെൻസിങ്, അതാണ് പകർന്നു കൊടുക്കപ്പെടുന്നു, അതാണ് ഹോളി കമ്മ്യൂണിയൻ. അപ്പം ഇവിടെ തൃപ്പൂണിത്തറ ഒരു റിഫൈനറി ഉണ്ട്. റിഫൈനറി നിങ്ങൾ കണ്ടിട്ടുണ്ടോ? റിഫൈനറി അതിൽ പോകുമ്പോൾ എല്ലാം പുറത്തുനിന്ന് കാണാമല്ലോ. അവിടെ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത് വലിയ ടാങ്കുകളിൽ
ഒരു വശത്ത് ക്രൂഡ് ഓയിൽ, അതായത് വിശുദ്ധീകരിക്കപ്പെടേണ്ട എണ്ണ, മറ്റൊന്ന് വിശുദ്ധീകരിക്കപ്പെട്ട് കഴിഞ്ഞ എണ്ണ, അത് പല തരത്തിലുള്ളതായിട്ട് പെട്രോളിയം, ഗ്യാസ്, ബെൻസീൻ, ഇങ്ങനെയെല്ലാമായിട്ട് ഡീസൽ. പെട്രോളിയം എന്ന വാക്കിൻ്റെ അർത്ഥം പീറ്ററിൻ്റെ താഴെ കൂടി ഒഴുകുന്ന ജലമാണ് പെട്രോളിയം. എന്താണ് പെട്രോ അല്ലെങ്കിൽ പീറ്റർ? പാറ. അപ്പോൾ പാറയുടെ താഴെ കൂടെ ഒഴുകുന്നത് ദ്രാവകത്തിനെയാണ് പെട്രോളിയം എന്ന് പറയുന്നത്. ചെറിയ ജനറൽ നോളജാണെന്ന് വിചാരിച്ചോ. അപ്പോൾ ഈ റിഫൈനറിയിലെ ടാങ്കുകളിലെല്ലാം പെട്രോളിയം, ഡീസൽ ഇതെല്ലാം നിറച്ചു. എന്നാൽ 1 ലിറ്റർ പോലും പെട്രോള് അവിടെ നിന്ന് പകർന്നു കൊടുക്കപ്പെടുകയില്ല. നോ ഡിസ്പെൻസിങ്. ഇനി അവിടുത്തെ ജനറൽ മാനേജറോ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറിന് പോലും റിഫൈനറിയിൽ നിന്ന് പെട്രോൾ കിട്ടില്ല. ഇനി വളരെ എളുപ്പം മനസ്സിലാവുന്നൊരു വാക്കാണ്. ഈ പെട്രോളിയം ലോകമെമ്പാടും പകർന്നു കൊടുക്കപ്പെടുന്ന വ്യവസ്ഥിതി എവിടെയാണ്? പെട്രോൾ ടാങ്കിലൂടെയാണ്, ഇല്ലേ? പെട്രോൾ ടാങ്കിൽ പോയാൽ പെട്രോൾ കിട്ടും, ഡീസൽ കിട്ടും, ബെൻസീൻ കിട്ടും, ഗ്യാസ് കിട്ടും. പെട്രോൾ പമ്പ്. ഓരോ സ്ഥലത്തും ഓരോ പെട്രോൾ പമ്പ്. പെട്രോൾ പമ്പിൽ പോയാൽ ജർമ്മനിലെല്ലാം ടാങ്ക് സ്റ്റെല്ല എന്ന് പറയും. ടാങ്ക്, പെട്രോൾ ടാങ്ക് എന്നാണ് അതിന് പറഞ്ഞത്. അവിടെ ടാങ്ക് സ്റ്റെല്ല. അമേരിക്കയിലാണ് ഈ ഗ്യാസ് സ്റ്റേഷൻ. അപ്പോൾ ലോകമെമ്പാടും ഒരു വ്യവസ്ഥിതിയാണിത്. ഇങ്ങനെയുള്ള വ്യവസ്ഥിതിക്കാണ് പറയുന്നത് എക്കണോമി ഓഫ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് പെട്രോൾ. എന്താ പറയണേ? എക്കണോമി ഓഫ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് പെട്രോൾ. റേഷൻ കടയിൽ ചെന്നാൽ റേഷൻ അരി, മണ്ണെണ്ണ ഇതെല്ലാം കിട്ടും. അതിന് പറയുന്നതാണ് എക്കണോമി ഓഫ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് പ്രൊവിഷൻസ്. മനസ്സിലായ? അപ്പോത്തിക്കെ അറിയോ? അപ്പോത്തിക്ക എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ഞാൻ പണ്ട് അമ്മാമ്മ പറഞ്ഞ് കേട്ടിട്ടുണ്ട്. അപ്പോത്തിക്കയിൽ പോയി മരുന്ന് മേടിച്ചുകൊണ്ട് വരാൻ എങ്ങനെ ഈ വാക്ക് അവിടെ കിട്ടി? അപ്പോത്തിക്ക എന്ന് പറഞ്ഞാൽ ഫാർമസി, മെഡിക്കൽ ഷോപ്പ്. മരുന്ന് ഡിസ്പെൻസ് ചെയ്യുന്ന, വിതരണം ചെയ്യുന്ന സംവിധാനത്തിനെയാണ് ഫാർമസി, അപ്പോത്തിക്ക, മെഡിക്കൽ ഷോപ്പ്. ദാറ്റ് ഈസ് എക്കണോമി ഓഫ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് മെഡിസിൻ. വലിയൊരു കാര്യമാണ് നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത്. ഈ പെസഹ വ്യാഴാഴ്ച, പെസഹ അല്ലെങ്കിൽ ദുഃഖവെള്ളിയാഴ്ച, ഈശോ മിശിഹ തൻ്റെ ജീവൻ ബലി വസ്തുവായിട്ട് സമർപ്പിച്ചുകൊണ്ട്, ബലിയർപ്പിച്ചുകൊണ്ട് ലോകം മുഴുവനെയും വിശുദ്ധീകരിക്കുന്ന ഒരു പെട്രോൾ ഉണ്ടാക്കാൻ പോവുകയാണ്, അല്ലെങ്കിൽ കൃപ ഉണ്ടാക്കാൻ പോവുകയാണ്. ആ കൃപ ഈ പെട്രോളിയം റിഫൈനറിയിലെ ടാങ്കുകൾ പോലെ ഇങ്ങനെ ശേഖരിക്കപ്പെടാൻ പോവുകയാണ്. ഇനി എന്തു വേണം? അത് വിതരണം ചെയ്യുന്നതിനുള്ള ഒരു സംവിധാനം വേണം. അതിനാണ് എക്കണോമി ഓഫ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ദ സാൽവിഫിക് ഗ്രേസ്. ഈശോയുടെ പീഡാസഹനം, മരണം, ഉയർപ്പിലൂടെ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഈ വിശുദ്ധീകരണ കൃപാവരത്തെ ഓരോ ആത്മാവുകളിലേക്കും ഡിസ്പെൻസ് ചെയ്യുന്നതിന്, ഡിസ്പെൻസറി പകർന്നു കൊടുക്കപ്പെടുന്നതിന് ഉള്ള ഒരു വ്യവസ്ഥിതിക്കാണ് പറയുന്നത് കൗദാശിക പദ്ധതി, അല്ലെങ്കിൽ ദ എക്കണോമി, ദ സാക്രമെൻ്റൽ എക്കണോമി. അപ്പോൾ ഇതിൻ്റെ അവസാനം പറയുന്നുണ്ട് പൗരസ്ത്യവും 1076 കേട്ടോ. പൗരസ്ത്യവും പാശ്ചാത്യവുമായ പൊതുപാരമ്പര്യം ഇതിനെ കൗദാശിക പദ്ധതി എന്ന് പറയുന്നത് ദ സാക്രമെൻ്റൽ എക്കോണമി ഉണ്ടോ. അപ്പോൾ ഈ എക്കോണമി എന്നുള്ള വാക്കിൻ്റെ അർത്ഥം തന്നെ വിതരണ സംവിധാനം എന്നാണ് എന്ന് വിളിക്കുന്നു.
ഇത് സഭയുടെ കൗദാശികമായ ആരാധനാഘോഷത്തിൽ ക്രിസ്തുവിൻ്റെ പെസഹാരഹസ്യത്തിൻ്റെ ഫലങ്ങളുടെ പകർന്നു കൊടുക്കലിൽ അഥവാ പ്രദാനം ചെയ്തതിൽ അഥവാ ഡിസ്പെൻസേഷനിൽ അടങ്ങിയിരിക്കുന്നു. എന്താ വാക്ക്? ഡിസ്പെൻസറി എന്ന് എളുപ്പം നമുക്കറിയാമല്ലോ. എന്താ ഡിസ്പെൻസറി എന്ന് പറഞ്ഞാൽ പകർന്നു കൊടുക്കുന്ന സ്ഥലം. അപ്പോൾ പണ്ടെല്ലാം മരുന്ന് ഇപ്പോഴത്തെ മാതിരി പാക്ക് ചെയ്തല്ല വന്നിരുന്നത്, ബൾക്കായിട്ട് വരും. എന്നിട്ട് ഇവിടെ നിന്ന് അവർ അത് ഡിസ്പെൻസ് ചെയ്യാണ് ചെയ്യണത്. മനസ്സിലായ? ഇപ്പോൾ ഗുളിക തന്നെ ഒരു 1000 ഗുളികയുടെ വലിയ ബോട്ടിലായിരിക്കും. അതിനകത്തുനിന്ന് നിങ്ങൾക്ക് എത്ര വേണം, എത്ര ദിവസത്തേക്ക് വേണം. ഇപ്പോൾ ഡോക്ടർ തന്നേക്കാണ് 1, 2, 3 1, 1, 3 3 ഗുളിക ഒരു ദിവസം. അങ്ങനെ 5 ദിവസത്തേക്ക് 15 15 ഗുളിക പകർന്നു കൊടുക്കുന്നു. ഡിസ്പെൻസിങ്. ഇതൊക്കെ ഇതിനകത്ത് കേൾക്കണോ? ഡിസ്പെൻസേഷൻ. ഇനി ശ്രദ്ധിക്കണം, വലിയൊരു മനസ്സിലാക്കൽ ഇപ്പോൾ നടക്കാൻ പോവുകയാണ്. അപ്പോൾ എന്താണ് പെസഹ വ്യാഴാഴ്ച സംഭവിക്കുന്നത്? അടുത്ത ദിവസം ദുഃഖവെള്ളിയാഴ്ച ഈശോ തൻ്റെ ജീവൻ അർപ്പിക്കാൻ പോവുകയാണ്. ആ അർപ്പിക്കലിലൂടെ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന രക്ഷാകര കൃപാവരത്തെ തൻ്റെ കൗദാശിക പദ്ധതി വഴി, സാക്രമെൻ്റൽ എക്കണോമി വഴി എല്ലാവർക്കും പകർന്നു കൊടുക്കുന്നതിനുള്ള പെട്രോൾ ടാങ്കുകൾ ഉണ്ടാക്കുകയാണ്. പെട്രോളിയം ഉണ്ടാകേണ്ട കാര്യമില്ലല്ലോ, പെട്രോൾ പമ്പുകൾ ഉണ്ടാക്കുകയാണ്. ആർക്ക് വേണമെങ്കിലും ആ പെട്രോൾ പമ്പിൽ ചെന്നാൽ സൗജന്യമായി നിറച്ച് കിട്ടും. അതിനാണ് ഈശോ പൗരോഹിത്യവും വിശുദ്ധ കുർബാനയും എന്ന 2 കൂദാശകളെ പ്രധാനമായിട്ട് സ്ഥാപിച്ചത്. അപ്പോൾ ഈ കൂദാശകളുടെ ഉദ്ദേശം ഈ കൃപാവരത്തെ എല്ലാ ആത്മാക്കളിലും എത്തിക്കുന്നതിനുള്ള പെട്രോൾ പമ്പുകൾ ഉണ്ടാക്കണം. അപ്പോൾ ഇന്നത്തെ ആ ഈശോയുടെ വിശുദ്ധീകരണ കൃപാവരത്തിൻ്റെ പകർന്നു കൊടുക്കൽ, ഡിസ്പെൻസ് ചെയ്യുന്ന പെട്രോൾ പമ്പുകളാണ് ഓരോ കത്തോലിക്ക പുരോഹിതനും ഓരോ കത്തോലിക്ക ദേവാലയങ്ങളും. മനസ്സിലായോ? എളുപ്പം മനസ്സിലായില്ലേ? ഞാനിത് വലിയ ഒരു ദൈവശാസ്ത്രജ്ഞനോട് പറഞ്ഞു. അദ്ദേഹം തോമസ് പുള്ളി ഞങ്ങൾ 6 മാസം കുത്തിയിരുന്ന് പഠിച്ചിട്ടാണ് ഈ എക്കണോമി ഓഫ് സാൽവേഷൻ പഠിച്ചത്. സാറിത് 5 മിനിറ്റ് കൊണ്ട് മനസ്സിലാക്കി തന്നല്ലോ. ഇത് ഈ റിഫൈനറിയുടെ കാര്യം പറഞ്ഞതിലൂടെ ഇല്ലേ? റിഫൈനറിയിൽ പെട്രോൾ ടാങ്കിൽ കിടക്കണോണ്ട് നമുക്ക് ഗുണം വല്ലതും ഉണ്ടോ? എന്നാൽ അത് പെട്രോൾ പമ്പിലൂടെ പകർന്നു കൊടുക്കപ്പെടുന്ന ഒരു സംവിധാനം ഉണ്ടായതുകൊണ്ടല്ലേ ഇത് നമുക്കത് കിട്ടണത്. ഇന്നലെ റിഫൈനറിയിൽ ടാങ്കിൽ കിടന്ന പെട്രോള് ഇന്ന് നമ്മുടെ പെട്രോൾ പമ്പിലൂടെ നമ്മുടെ മോട്ടോർ സൈക്കിളിലേക്കോ കാറിലേക്കോ പകർന്നു കൊടുക്കപ്പെടുന്നു. എളുപ്പം മനസ്സിലായില്ലേ? അപ്പോൾ ഈശോയുടെ രക്ഷാകര മൂല്യങ്ങൾ അടങ്ങുന്ന ആ കൃപ, അതാണ് പഴയ നിയമവും പുതിയ നിയമവും തമ്മിലുള്ള വ്യത്യാസം. ഈ കൃപ എന്നുള്ള വാക്ക് സങ്കീർത്തനങ്ങളിലൊക്കെ ധാരാളം ഉപയോഗിച്ചിട്ടുണ്ട്. 57-ാം സങ്കീർത്തനം, എന്നോട് കൃപയുണ്ടാകണമേ ദൈവമേ, എന്നോട് കൃപ തോന്നണമേ, എന്നോട് കൃപയുണ്ടാകണമേ ദൈവമേ, എന്നോട് കൃപ തോന്നണമേ. കണ്ടിന്യൂ. അങ്ങയിലാണു ഞാൻ അഭയം തേടുന്നത്, വിനാശത്തിന്റെ കൊടുങ്കാറ്റ് കടന്നു പോകുവോളം ഞാനങ്ങയുടെ ചിറകിൻ കീഴിൽ ശരണം പ്രാപിക്കുന്നു. എന്നോട് കൃപയുണ്ടാകണമേ ദൈവമേ, എന്നോട് കൃപ തോന്നണമേ. അടുത്ത വരികളാണ് വളരെ പ്രാധാന്യം. അത്യുന്നതനായ ദൈവത്തെ നമുക്ക് എത്ര മണിക്ക് ബ്രേക്ക്ഫാസ്റ്റ് വിടണം? 8 മണി. വിളിച്ചപേക്ഷിക്കുന്നു, എനിക്ക് വേണ്ടി
ചെയ്തു തരുന്ന ദൈവത്തെ തന്നെ. കണ്ടോ? ഒന്നുകൂടി. അത്യുന്നതനായ ദൈവത്തെ ഞാൻ വിളിച്ചപേക്ഷിക്കുന്നു. എനിക്ക് വേണ്ടി എല്ലാം ചെയ്തു തരുന്ന ദൈവത്തെ തന്നെ. അവിടുന്ന് സ്വർഗ്ഗത്തിൽ നിന്ന് സഹായമയച്ചെന്നെ രക്ഷിക്കും. എന്നെ ചവിട്ടി മെതിക്കുന്നവരെ അവിടുന്ന് ലജ്ജിപ്പിക്കും. ദൈവം തന്റെ കാരുണ്യവും വിശ്വസ്തതയും അയക്കും. അപ്പൊ ഈ അത്യുന്നതങ്ങളിൽ സ്വർഗത്തിൽ നിന്നെല്ലാം പറയുമ്പോൾ ഈ സ്വർഗം നമ്മളിൽ തന്നെയാണ്. നമ്മളിൽ വസിക്കുന്ന ത്രിത്വൈക ദൈവം, നമ്മിൽ വസിക്കുന്ന ത്രിത്വൈക ദൈവം നമ്മളെ രക്ഷിക്കുന്നതിനും വിശുദ്ധീകരിക്കുന്നതിനും തൻ്റെ പുത്രനെ അയച്ച പുത്രൻ്റെ പരിശുദ്ധ ബലി വഴി ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന കൃപ നമ്മളിലേക്ക് ഒഴുകുന്നു. അപ്പോൾ എന്താണ് കൃപ? കൃപ എന്ന വാക്കിൻ്റെ നിർവചനം എന്താണ്? 1997 ഇതെല്ലാം ഈ കാറ്റഗിസം പഠിച്ചതുകൊണ്ടല്ലേ നമുക്ക് മനസ്സിലായത്. നമ്മൾ അയക്കണേ കൃപ നിറഞ്ഞ മറിയമേ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്. എന്താ കൃപ? കൃപാവരവും നീതീകരണവും. 1900 അത് നീതീകരണം. അതാ നീതീകരണം. നീതീകരണത്തെക്കുറിച്ചൊരു വാക്ക് പറഞ്ഞോട്ടെ. എന്താണ് ദൈവനീതി? അപ്പോൾ ഈ ദിവസങ്ങളിലെല്ലാം നമ്മുടെ വായനകളിലെല്ലാം ഉണ്ടാകുന്നതാണ് ദൈവനീതി. ദൈവനീതി 1994 യേശുക്രിസ്തുവിൽ പ്രകടമാക്കപ്പെട്ടതും പരിശുദ്ധാത്മാവിലൂടെ നൽകപ്പെടുന്നതുമായ ദൈവസ്നേഹത്തിൻ്റെ ഏറ്റവും ശ്രേഷ്ഠമായ പ്രവൃത്തിയാണ് നീതീകരണം. ഇപ്പോഴും നമ്മുടെ പ്രശ്നം, നമ്മൾ ഈ പുതിയ നിയമത്തിലേക്ക് മുഴുവനും വന്നിട്ടില്ല. നമ്മളിപ്പോഴും പഴയ വീഞ്ഞ് തന്നെ കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. അവന് 2 കൊടുക്കണം കേട്ടോ, പിള്ളേരെന്നും പറഞ്ഞിട്ട് കാര്യമില്ല, അവനെ കാട്ടിച്ച് ശരിയാക്കണം. അപ്പോൾ കാറ്റഗിസം ക്ലാസ്സിൽ പഠിപ്പിക്കുന്ന ടീച്ചർ സാറത്തിന് മീശയൊക്കെ വലുതാക്കി വരണത്, അവരൊന്ന് പിള്ളേരൊക്കെ ഒന്ന് പേടിപ്പിക്കണം. അപ്പോൾ ഒരിക്കലൊരു വീട്ടിൽ ചെന്നപ്പോൾ അവിടുത്തെ കൊച്ചു മോൻ വന്നിട്ട് പറയാൻ, ബ്രദറങ്ങളെ അടുത്ത ഞായറാഴ്ച ഞാൻ അരി കുർബാന കൈക്കൊള്ളാൻ പോകാണ്. അത് കഴിഞ്ഞിട്ട് എന്തെങ്കിലും പാപം ചെയ്താൽ ഉടനെ നിരത്തി പോലെ. മമ്മി കേൾക്കാണ്ട് എന്നോട് സ്വകാര്യമായിട്ട് ചോദിക്കുക. അപ്പോൾ അവനെ പഠിപ്പിച്ചേക്കണത് ആദ്യ കുർബാന കൈക്കൊള്ളപ്പാടിനുള്ള ഒരുക്കത്തിൽ പഠിപ്പിച്ചേക്കണ എന്താ? 10 പ്രമാണങ്ങൾ പഠിപ്പിച്ചിട്ട് ഇത് തെറ്റിച്ചാൽ ഉടനെ നിരത്തി പോകും, അല്ലെങ്കിൽ ശിക്ഷ കിട്ടും. അങ്ങനെ കുമ്പസാരിപ്പിക്കാൻ പഠിപ്പിച്ചു. പക്ഷെ ഈശോയെക്കുറിച്ച് വല്ലതും പറഞ്ഞു? ഈശോയെക്കുറിച്ച് അവനൊന്നും അറിയില്ല. നോക്കിയേ, നമ്മുടെ ആദ്യകുർബാനയ്ക്കുള്ള പാടിൻ്റെ പ്രിപ്പറേഷനിൽ എന്തോരം നമ്മൾ പഠിപ്പിക്കുന്നുണ്ട് ഈശോയെക്കുറിച്ച്, എന്നാൽ എന്തോരം നമ്മൾ പഠിപ്പിക്കുന്നുണ്ട് 10 കൽപ്പനകളെക്കുറിച്ച്. അങ്ങനെ കൽപ്പന പാലിക്കണ ഒരു സംവിധാനമാണ് നമ്മൾ എന്നുള്ള മാതിരി. അതല്ല യേശുവിൻ്റെ കൽപ്പന. അങ്ങനൊരു വാക്ക് എവിടെയെങ്കിലും എഴുതിയതായിട്ട് നിങ്ങൾക്ക് അറിയാമോ? യേശുവിൻ്റെ നിയമം നിങ്ങൾ പാലിക്കണം. ആർക്കറിയാം യേശുവിൻ്റെ നിയമം? ഡാനിയേൽ നീ അല്ല ഡേവിഡ് നീ ഡേവിഡ് ബൈബിൾ പോയിട്ട് ബൈഹാർട്ടാക്കിയിരിക്കുന്നതാണ്. ക്രിസ്തുവിൻ്റെ നിയമം നിങ്ങൾ പൂർത്തിയാക്കണം എന്ന് എഴുതിയിരിക്കുന്ന വചനം എവിടെയാണ്? ആർക്കെങ്കിലും അറിയോ? ഗലാത്തി 6:2. വെരി ഗുഡ്. എൻ്റെ 2 പേര് പറഞ്ഞു. എന്താണ് ഗലാത്തി 6:2 പറയുന്നത്? അങ്ങനെ പരസ്പരം ഭാരങ്ങൾ വഹിച്ചുകൊണ്ട്, കണ്ടോ, പരസ്പരം ഭാരങ്ങൾ വഹിച്ചുകൊണ്ട് ക്രിസ്തുവിൻ്റെ നിയമം നിങ്ങൾ പൂർത്തിയാക്കണം. നമ്മളിപ്പോൾ ഏത് നിയമത്തിലാണ്? മോശയുടെ നിയമത്തിലാണോ ക്രിസ്തുവിൻ്റെ നിയമത്തിലാണോ? മോശയുടെ നിയമം പാലിക്കണം. ഈശോ തന്നെ പറയുന്നുണ്ട്, നിയമത്തിൻ്റെ വള്ളിയോ പുള്ളിയോ മാറ്റില്ല.
എന്നിട്ട് പറയാണ്, നിങ്ങൾ കേട്ടിട്ടില്ലേ നിയമം പറയുന്നത് കൊല്ലരുത്. എന്നാൽ ഞാൻ നിങ്ങളോട് പറയുന്നു, സഹോദരനോട് കോപിക്കുന്നവൻ കൊലപാതകം തന്നെ ചെയ്യണേ. വേണ്ട വ്യത്യാസം. അപ്പോൾ ആരുടെ നിയമമാണ് കൂടുതൽ വിശുദ്ധിയിലേക്ക് നയിക്കുന്നത്? അങ്ങനെ ആ 5-ാം അധ്യായത്തിൽ ഓരോന്നോരോന്ന് എടുത്ത് ഈശോ പറയാണ് പഴയ നിയമവും പുതിയ നിയമത്തിൻ്റെയും വ്യത്യാസം. അതിൻ്റെ അവസാനം പറയാണ്, നിങ്ങൾ കേട്ടിട്ടില്ലേ അയൽക്കാരനെ സ്നേഹിക്കുക, ശത്രുക്കളെ ദ്വേഷിക്കുക. എന്നാൽ ഞാൻ നിങ്ങളോട് പറയുന്നു, അതായത് ഞാൻ കൊണ്ടുവന്നിരിക്കുന്ന പുതിയ നിയമം, ശത്രുക്കളെ സ്നേഹിക്കുക. അപ്പോൾ നമ്മൾ ഈസ്റ്റർ അപ്പമൊക്കെ ഉണ്ടാക്കുമ്പോൾ നമ്മൾ അയൽവക്കത്തെ വീട്ടുകാർക്കെല്ലാം കൊടുക്കും. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കും, അവർ ദീപാവലിക്ക് നമുക്ക് സ്വീറ്റ്സ് കൊണ്ടുവന്നാണ്, അവിടെ ആദ്യം കൊടുക്കുക. അപ്പോൾ പിള്ളേരോ മമ്മി ഇത് ആ വീട്ടുകാരോ, അവർ സാരമില്ല, അവർ അങ്ങനെ നമ്മളുമായിട്ട് വലിയ അവർ വന്ന ആൾക്കാരാണ്, അവർ നമ്മളുമായിട്ട് അങ്ങനെ വലിയ അടുപ്പമൊന്നുമില്ല, അതുകൊണ്ട് അങ്ങനെ ഇരുന്നാൽ മതി. ഇപ്പോൾ ഏത് നിയമം അത്? അയൽക്കാരനെ സ്നേഹിക്കൂ, ശത്രുക്കളെപ്പോലും സ്നേഹിക്കാൻ പറഞ്ഞിട്ട് നമ്മളിപ്പോഴും ചെയ്യുന്നത് നമ്മളെ സ്നേഹിക്കുന്നവരെ മാത്രമേ നമ്മൾ സ്നേഹിക്കുന്നുള്ളൂ. ഏതാണ്ട് അതാണ് നിയമം എന്ന് വിചാരിച്ചിരിക്കുകയാണ്. അവർക്ക് കൊടുക്കണം, അവർ ദിവാളിക്ക് നമുക്ക് ജിലേബിയും ലഡ്ഡും ഒക്കെ കൊണ്ടുവന്ന് തന്നാണ്, അതുകൊണ്ട് അവർക്ക് കൊടുക്കണം, അവർക്ക് കൊടുക്കണം. മറ്റോരോ നമുക്കൊന്നും പറയണ്ട. ഒന്ന് ചിന്തിച്ച് നോക്കി, നമ്മുടെ നിലവാരം എവിടെയാണ്? നമ്മൾ സാധാരണ ഇത് ഏതെങ്കിലും പശ്ചാത്തലത്തിൽ നോക്കിയോ, വീട്ടുകാർ തമ്മിൽ. ഇന്നലെ ഒരു ചേട്ടൻ പറഞ്ഞില്ലേ, എൻ്റെ ഭാര്യ മരിച്ചു, ഞാൻ ഒറ്റയ്ക്കാണ്, എന്നാൽ എൻ്റെ സഹോദരന്മാരാരും അങ്ങോട്ടേക്ക് തിരിഞ്ഞ് നോക്കിയില്ല. ഇതാണ് അവസ്ഥ. ഒരമ്മച്ചി പറയാണ്, എൻ്റെ ബ്രദറെ, ഞാനാണ് ആദ്യം അമേരിക്കയിൽ വന്നത്, എൻ്റെ 9 കൂടപ്പിറപ്പുകളെയും ഞാനിവിടെ കൊണ്ടുവന്നു, അത് കാരണം ഞാൻ കല്യാണം കഴിക്കാൻ തന്നെ മറന്നുപോയി, അതെല്ലാം കഴിഞ്ഞിട്ടാണ് ഞാനൊരു കല്യാണം കഴിച്ചത്. എന്നിട്ട് എൻ്റെ ഇളയ ആങ്ങള അവൻ്റെ കൊച്ചിൻ്റെ കല്യാണത്തിന് എന്നോടൊരു വാക്ക് പോലും പറഞ്ഞില്ല ബ്രദറെ. ഒന്ന് ആലോചിച്ച് നോക്കിയേ, സങ്കടമില്ലാതിരിക്കുമോ? അവരാണ് ഈ എല്ലാവരെയും ഒരപ്പൻ്റെ അമ്മയും പോലെ നാട് കടത്തി കൊണ്ടുവന്ന് അവർക്ക് വിസ ഉണ്ടാക്കി കൊടുത്ത്, അവർക്ക് ജോലി ഉണ്ടാക്കി കൊടുത്ത്, വീടുണ്ടാക്കി കൊടുത്ത്, എല്ലാ സമൃദ്ധി ഉണ്ടാക്കി കൊടുത്തിട്ട് ആങ്ങള തൻ്റെ മോളുടെ കല്യാണത്തിന് മൂത്ത ചേച്ചീനെ വിളിച്ചില്ല. ഇത് എന്തോ ഒരു വലിയ അക്രമമല്ലേ? കത്തോലിക്കരാണ്. അപ്പോൾ ഇതിൻ്റെ എല്ലാം ഞാൻ പറഞ്ഞു വരുന്ന കാരണം, ഈ എക്കണോമി ഓഫ് സാൽവേഷനിലൂടെ ദൈവം നമുക്ക് പകർന്നു തരുന്ന ഈ സ്നേഹം, ഈ കൃപ പഴയ നിയമത്തിലെ അടിസ്ഥാനത്തിലല്ല. അവിടെ കാളക്കുട്ടിയെ കൊന്ന് അതിൻ്റെ രക്തം തെളിച്ചിരുന്നു. അത് അവരെ ശാരീരികമായി ശുദ്ധീകരിച്ചിരുന്നുവെങ്കിൽ എത്രയധികമായി, എബ്രായർ 9:14, എത്രയധികമായി തന്നെ സമർപ്പിച്ച ക്രിസ്തുവിൻ്റെ രക്തം എത്രയധികമായി നമ്മളെ ശുദ്ധീകരിക്കുകയില്ല. എബ്രായർ കോലാടുകളുടെയും കാളക്കിടാങ്ങളുടെയും രക്തം തളിക്കുന്നതും പശുക്കിടാവിന്റെ ഭസ്മം വിതറുന്നതും അശുദ്ധരെ ശാരീരികമായി ശുദ്ധീകരിക്കുന്നു. എങ്കിൽ നിത്യാത്മാവ് മൂലം കളങ്കമില്ലാതെ ദൈവത്തിന് തന്നെ സമർപ്പിച്ച ക്രിസ്തുവിന്റെ രക്തം ജീവിക്കുന്ന ദൈവത്തെ ശുശ്രൂഷിക്കാൻ നമ്മുടെ അന്ധകരണത്തെ നിർജീവ പ്രവൃത്തികളിൽ നിന്ന് എത്ര അധികമായി വിശുദ്ധീകരിക്കുകയില്ല. മനസ്സിലായോ? പഴയ നിയമത്തിലെ ബലികളിൽ കോലാടുകളുടെയും കാളക്കിടാങ്ങളുടെയും രക്തം തെളിച്ചിരുന്നു.
അതിന് ആത്മാവിനെ വിശുദ്ധീകരിക്കാനുള്ള കഴിവില്ല. അവിടെ എന്താ എഴുതിയിരിക്കുന്നത്? അങ്ങനെയുള്ള തെളിക്കലിൽ അശുദ്ധരെ ശാരീരികമായി വിശദീകരിച്ചിരുന്നു. ദാറ്റ് ക്ലെൻസ് ദെയർ ബോഡി. ബാഹ്യമായ ഒരു വിശുദ്ധീകരണം നടന്നു. മനസ്സിലായോ? ശാരീരികമായി. ഒന്ന് വായിച്ച വാക്ക്. അശുദ്ധരെ ശാരീരികമായി ശുദ്ധീകരിക്കുക. ആ രക്തം തെളിച്ചത് അവിടെ പറഞ്ഞിട്ടുണ്ട്. ഡിട്രോണമി, നിയമാവർത്തനം ഇതിലാണ് ആ രക്തം കുടിക്കാൻ പാടില്ല എന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. നിയമാവർത്തനം എത്രയാണ്? 12:26 ആരെങ്കിലും ഓർക്കുന്നുണ്ടോ? 12 12:23. ഒന്ന് മാത്രം ശ്രദ്ധിക്കുക, രക്തം ഭക്ഷിക്കരുത്. രക്തം ജീവനാണ്. ആടിൻ്റെ രക്തമായാലും ആ ആടിൻ്റെ ജീവനെ നിലനിർത്തുന്നത് രക്തമാണ്. ആ രക്തം ജീവനാണ്. അതുകൊണ്ട് മൃഗങ്ങളുടെ രക്തം ഭക്ഷിക്കരുത്. രക്തം ജീവനാണ്. മാംസത്തോടൊപ്പം ജീവനെയും നിങ്ങൾ ഭക്ഷിക്കരുത്. ജലമെന്നതുപോലെ നിലത്തൊഴിച്ച് കളയണം. അവിടെ ഒരു വാക്ക് കാലമാനിനെയും ഒന്ന് മാത്രം രക്തം ഭക്ഷിക്കരുത്. അത് ജീവനാണ്. ഓക്കെ, ആ ജീവനാണ്. ഇംഗ്ലീഷിൽ അത് കുറച്ചും കൂടി നല്ലൊരു വാക്കാണ്. ഓക്കെ, അപ്പം ഇതിൻ്റെ പശ്ചാത്തലത്തിലാണ് ഈശോ പുതിയ നിയമത്തിൽ പറയുന്നത്, ഞാൻ നിങ്ങൾക്ക് വേണ്ടി അർപ്പിക്കുന്ന എൻ്റെ ശരീരമാണ്, നിങ്ങൾക്ക് വേണ്ടി അർപ്പിക്കുന്ന എൻ്റെ രക്തമാണ്, ഇത് നിങ്ങൾ പാനം ചെയ്യുവിൻ. അപ്പോൾ രക്തം ജീവനാണ്. അപ്പോൾ ദൈവപുത്രനായ മനുഷ്യനായ യേശു ക്രിസ്തു തൻ്റെ രക്തം നമുക്ക് നൽകാൻ വേണ്ടിയിട്ടാണ് ബലിയായത്. ആ രക്തത്തിലൂടെയാണ് സകല മനുഷ്യരുടെയും ഉത്ഭവഭാവം പൂർണ്ണമായിട്ട് മാറ്റപ്പെടുന്നത്. അപ്പോൾ നമ്മൾ സീറോ മലബാർ കുർബാനയിലെ അനാഫറ പ്രാർത്ഥനയിൽ സ്ഥാപക വചന പ്രാർത്ഥന കഴിഞ്ഞിട്ട് ഉള്ള പ്രാർത്ഥന ഇങ്ങനെയാണ്: കർത്താവേ, നന്ദി പ്രകാശിപ്പിക്കാൻ കഴിയാത്ത വിധം അത്ര വലിയ അനുഗ്രഹമാണ് അങ്ങ് ഞങ്ങൾക്ക് നൽകിയിരിക്കുന്നത്. കണ്ടോ, എന്താണത്? അങ്ങയുടെ ദൈവിക ജീവനിൽ ഞങ്ങളെ പങ്കുകാരാക്കാൻ അങ്ങ് ഞങ്ങളുടെ മനുഷ്യ സ്വഭാവം സ്വീകരിച്ചു. മൃതരായ ഞങ്ങളെ അങ്ങ് ജീവിപ്പിച്ചു. അധപ്പതിച്ച ഞങ്ങളെ സമുദ്ധരിച്ചു. എന്താണ് അവിടെ അധപ്പതനം എന്നതിൻ്റെ അർത്ഥം? ആദത്തിൻ്റെ പാപം മൂലം മനുഷ്യവംശം മുഴുവനും ആത്മാവ് തന്നെ അധപ്പതിച്ച അവസ്ഥയിലായിരുന്നു. ആ അധപ്പതനത്തിൽ നിന്ന് രക്ഷിക്കാൻ വേണ്ടിയിട്ട് തൻ്റെ ദൈവിക ജീവനിൽ നമ്മളെ പങ്കുകാരാക്കി. അധപ്പതിച്ച നമ്മളെ സമുദ്ധരിച്ചു. മൃതരായ നമ്മളെ ജീവിപ്പിച്ചു. എന്താണ്? നമ്മുടെ ആത്മാവ് മരിച്ച അവസ്ഥയിലായിരുന്നു. കൃപ ഒട്ടുമില്ലാത്ത അവസ്ഥയിലായിരുന്നു. ദൈവം തൻ്റെ ജീവൻ, തൻ്റെ രക്തം എന്താണ്? ജീവനാണ്. ആ രക്തവും വചനവും നമുക്ക് നൽകിക്കൊണ്ട്, പരിശുദ്ധാത്മാവിനെ നൽകിക്കൊണ്ട് നമ്മുടെ ആത്മാവിനെ പുനർജീവിപ്പിച്ചു. ഇപ്പം മനസ്സിലാവുന്നുണ്ടല്ലോ നമ്മളുടെ മാമോദീസായിൽ എന്താ സംഭവിച്ചു. പഴയ നിയമത്തിൽ മാമോദീസ ഇല്ല. എന്താ മാമോദീസ ഇല്ലാത്തത്?
മാമോദീസ ഉണ്ടാകണമെങ്കിൽ യേശുക്രിസ്തു രക്തമൊഴുക്കി ആ യേശുവിൻ്റെ ഹൃദയത്തിൽ നിന്നാണ് മാമോദീസ ജലവും രക്തവും വരുന്നത്. അതിലാണ് നമ്മളെ സ്നാനപ്പെടുത്തിയിരിക്കുന്നത്. അത് വിശ്വസിക്കുമ്പോഴാണ് നമ്മൾക്ക് അഭിമാനം. അതുകൊണ്ടാണ് ഇനി രക്തം തെളിക്കണമെന്ന് നമ്മൾ പ്രാർത്ഥിക്കരുത്. രക്തം തെളിക്കണേ, സംരക്ഷിക്കണേ. അപ്പോൾ ഈ പ്രാർത്ഥനകളൊക്കെ നമ്മുടെ വീക്ക്നെസ്സാണ്. അതിൻ്റെ അർത്ഥം കർത്താവ് ചോദിക്കുകയാണ്, ഇനിയും നിൻ്റെ മേൽ രക്തം തെളിക്കണോ? നീ എൻ്റെ രക്തം പാനം ചെയ്യുകയല്ലേ ഓരോ കുർബാനയിലും. അപ്പോൾ നമ്മൾ വിചാരിക്കും രക്തം എല്ലാവർക്കും തരുന്നില്ലല്ലോ. നമ്മൾ ഈശോയുടെ ശരീരം സ്വീകരിക്കുമ്പോൾ ശരീരം രക്തമില്ലാണ്ട് ജീവനുണ്ടോ? ഇതെൻ്റെ ശരീരമാകുന്നു, ശരീരവും രക്തവും കൂടിയാണ് നമ്മൾ വിശുദ്ധ കുർബാനയിൽ സ്വീകരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇത് വിശ്വസിക്കണം. ഈശോ നമുക്കായി ചിന്തിയ ഈ രക്തം, ആ രക്തം തെളിക്കണമെന്ന് ഒരിക്കലും പ്രാർത്ഥിക്കരുത്. അത് ആടിൻ്റെ രക്തം തെളിച്ചിരുന്നത്. ഈശോയുടെ രക്തം അങ്ങനെ തെളിക്കാൻ വേണ്ടിയാണോ ഈശോ തന്നത്? എന്തെല്ലാം അജ്ഞതയാണ് നമുക്കുള്ളത്. ഞാനും ആ അജ്ഞതയുടെ കാലഘട്ടത്തിലായിരുന്നു ഒരു കാലത്ത്. പിന്നെ ഈശോ പറയാണ്, നീ എല്ലാ ദിവസവും വിശുദ്ധ ബലിയർപ്പണത്തിലൂടെ എൻ്റെ രക്തം തന്നെ പാനം ചെയ്യുകയല്ലേ, പിന്നെ നിൻ്റെ മേൽ തെളിക്കേണ്ട ആവശ്യം എന്താ? വലിയ ഒരു വെളിപാട്, വലിയ ഒരു വെളിവ്. അപ്പോഴാണ് നമ്മൾക്ക് കുറേം കൂടി ഈ ഈശോയുടെ രക്തം അല്ലെങ്കിൽ വിശുദ്ധ കുർബാനയിൽ വെളിവാക്കപ്പെടുന്നു, സന്നിഹിതമാക്കപ്പെടുന്നു, പകർന്നു കൊടുക്കപ്പെടുന്നു എന്ന് പറഞ്ഞ എല്ലാവരും വെളിവാക്കപ്പെടുന്നു, സന്നിഹിതമാക്കപ്പെടുന്നു, പകർന്നു കൊടുക്കണം. അങ്ങനെ ഈശോയുടെ ശരീരം, രക്തം, ആത്മാവ്, ദൈവത്വം ഇതെല്ലാം നമുക്ക് പകർന്നു തന്നിരിക്കുന്നു. ഇത് നമ്മൾ വിശ്വസിക്കുമ്പോഴാണ് ദൈവരാജ്യം നമ്മളിൽ സമാഗതമായിരിക്കുന്നു. ഇനി ഇതെല്ലാം പറയാൻ കാരണം, ഈശോ താലത്തിൽ വെള്ളമെടുത്ത് ഒരു കച്ചയെടുത്തുകൊണ്ട് അപ്പസ്തോലന്മാരുടെ മുമ്പിൽ മുട്ടുകുത്തിയിരിക്കുകയാണ്. അവിടെ ഇസ്രായേലിലെ ഓരോരോ വീട്ടിലും അടിമകളെ വെച്ചിട്ടുണ്ട് കാല് കഴുകാനായിട്ട്. ആ ഒരു അടിമയെപ്പോലെ ആയിക്കൊണ്ട് അവരുടെ കാല് കഴുകി പറയുകയാണ്. അപ്പോൾ പത്രോസ് പറഞ്ഞു, കർത്താവ് എൻ്റെ കാല് കഴുകാൻ ഞാൻ സമ്മതിക്കില്ല. ഈശോ പറയാണ്, ഞാൻ നിന്നെ കഴുകിയില്ലെങ്കിൽ നിനക്ക് എന്നോട് പങ്കില്ല. മനസ്സിലായോ? അപ്പോൾ ഈ കഴുകുക എന്നത് വെറും കാലിൻ്റെ ബാഹ്യമായ കഴുകല്ല, നമ്മുടെ ആത്മാവ്, മനസ്സ്, ചിന്ത ഇതെല്ലാത്തിനെയും കഴുകണം. അതായത് അതിലുള്ള മലിനതകളെ ഈശോയുടെ രക്തത്താൽ, ഈശോയുടെ കൃപാവരത്താൽ, പരിശുദ്ധാത്മാവിലൂടെ വിശുദ്ധീകരിക്കണം. ഒരു നിമിഷം നമുക്കിങ്ങനെ പ്രാർത്ഥിക്കാം. എന്നിൽ വസിക്കുന്ന പരിശുദ്ധാത്മാവേ, എന്നിൽ വസിക്കുന്ന പരിശുദ്ധാത്മാവേ, എൻ്റെ അബോധ മനസ്സിൽ, ഉപബോധ മനസ്സിൽ, ഇന്ദ്രിയങ്ങളിൽ കെട്ടിക്കിടക്കുന്ന നിരവധിയായ മലിനതകളെ വിശുദ്ധീകരിക്കണമേ. എനിക്കറിയില്ല, എൻ്റെ പിതാവിനാൽ നടാത്ത ചെടികളെല്ലാം പിഴുതു മാറ്റണമേ, പിഴുതു മാറ്റണമേ. ഇതെല്ലാവരും സ്തുതിച്ചുകൊണ്ട് പരിശുദ്ധാത്മാവേ, എൻ്റെ അബോധ മനസ്സിനെ സമർപ്പിക്കുന്നു, എൻ്റെ ആന്തരിക മനസ്സിനെ സമർപ്പിക്കുന്നു, എൻ്റെ ഉപബോധ മനസ്സിനെ സമർപ്പിക്കുന്നു. എല്ലാവരും പരിശുദ്ധാത്മാവേ, എൻ്റെ അബോധ മനസ്സിൽ കെട്ടിക്കിടക്കുന്ന വിദ്വേഷത്തിൻ്റെ, അഹങ്കാരത്തിൻ്റെ, ജഡികതയുടെ അശുദ്ധികളെല്ലാം വിശുദ്ധീകരിക്കണമേ. എന്നിൽ വസിക്കുന്ന പരിശുദ്ധാത്മാവേ, സ്നേഹിക്കാൻ പറ്റാത്ത അവസ്ഥ, ക്ഷമിക്കാൻ പറ്റാത്ത അവസ്ഥ, ആ അവസ്ഥയെ വിശുദ്ധീകരിക്കണമേ. എൻ്റെ അബോധ മനസ്സ്, ഉപബോധ മനസ്സ്, ഇന്ദ്രിയങ്ങളിൽ കെട്ടിക്കിടക്കുന്ന എല്ലാ അശുദ്ധിയെയും അകറ്റി ദൈവസ്നേഹം കൊണ്ട് നിറയ്ക്കണമേ. ഫിൽമി ഫിൽമി ഫിൽമി
love, joy, peace. എല്ലാവരും സ്വതന്ത്രമായി സ്തുതിച്ചുകൊണ്ട് ശരബല ഹലബല ഹലബല. Fill us, Lord. Fill me, fill me, fill me. Love, joy, peace. Fill me, fill me, fill me. Love, joy, peace. Fill me, fill me, fill me. Wisdom, knowledge, understanding. Fill me, fill me, fill me. Wisdom, knowledge, understanding. Fill me, fill me, fill me. Faith, hope and charity. Fill me, fill me, fill me. എല്ലാവരും സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ശലബല ഹലബല ഹലബല ഹലബല. ശലബല ഹലബല ഹലബല ഹലബല. ശലബല ഹലബല ഹലബല ഹലബല. ഓക്കെ, നമ്മളിപ്പോൾ ഇത് പേഴ്സണൽ പ്രെയറിൻ്റെ ഒരു ഷോർട്ട് ഫോമാണ്. നമ്മൾ പേഴ്സണൽ പ്രെയറിൽ പ്രധാനമായിട്ട് വരദാനങ്ങളിൽ വളരണമെങ്കിൽ, നമ്മളെ കർത്താവ് നമ്മളിലൂടെ ചെയ്തിരിക്കുന്ന പദ്ധതി അനുസരിച്ച് ഉപയോഗിക്കണമെങ്കിൽ, സ്നേഹമുള്ളവർ, വേറെ ഒരു പ്രാർത്ഥന കൊണ്ടും പറ്റില്ല. ഞാൻ നിന്നെ കഴുകിയില്ലെങ്കിൽ നിനക്ക് എന്നോട് പങ്കില്ല. നമ്മൾ ഈശോയുടെ പങ്കുകാരാണ്, കൂട്ടുവേലക്കാരാണ്. ഈശോ പറഞ്ഞു, ഞാൻ മുന്തിരിച്ചെടിയാണ്, നിങ്ങൾ എൻ്റെ ശാഖകളാണ്. അപ്പോൾ ഇത് നിങ്ങൾ പാലിക്കണം. അപ്പോൾ നമ്മളിൽ ഈ വരദാനങ്ങൾ വളരണമെങ്കിൽ ഇതുപോലെയുള്ള ഇത് തന്നെയായ വ്യക്തിപരമായ പ്രാർത്ഥന ആദ്യം പ്രാർത്ഥിക്കണം. അത് കഴിഞ്ഞിട്ട് എത്ര കൊന്തപടിയും ചെല്ലുകയോ എല്ലാം പ്രാർത്ഥനകൾ പിന്നെ ചെല്ലുകയോ. ആദ്യം നമ്മെ തന്നെ വിശുദ്ധീകരിക്കുക, ശക്തീകരിക്കുക. പരിശുദ്ധാത്മാവ് നമുക്ക് വേണ്ടി ഒരുക്കി വച്ചിരിക്കുന്ന രഹസ്യ ധനശേഖരണങ്ങളുടെ ആ ഖജാന തുറക്കുക. Waymaker, miracle worker, promise keeper, light in the darkness, my God, that is who you are. Waymaker, miracle worker, promise Light in the darkness, my Lord, that is who you are. That is who you are. Then sings my soul, my Savior, Lord, to thee. Then sings my soul, my Savior, Lord, to thee. How great thou art, how great thou art, how great thou art, how great thou art. Praise the Lord. അപ്പോൾ നമ്മളിപ്പോൾ ബ്രേക്ക്ഫാസ്റ്റിന് പോകുന്നു. ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞ് നമ്മൾ വേഗം വരണം. നമ്മൾ 9 മണി